അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനവും സ്നേഹവും നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, കേരള സംസ്ഥാന സുന്നി യുവജന ഫെഡറേഷൻ്റെ പ്രസിദ്ധീകരണ വിഭാഗമായ മിങ്കിൾ ഗ്രൂപ്പ് നടത്തിവരുന്ന പുസ്തക റിവ്യൂ പരിപാടിയിൽ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അതിവിശിഷ്ടമായ ഒരു അറബി ഗ്രന്ഥമാണ്. നാം പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യേണ്ട, നമ്മുടെ വൈജ്ഞാനിക ശേഖരത്തിൽ വലിയ ഒരു സമ്പാദ്യമായി മാറാനിടയുള്ള ഒരു ബൃഹത്തായ ഗ്രന്ഥമാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അഭിവന്ദ്യരായ ശൈഖുന കെ കുഞ്ഞാലി ഉസ്താദ് അവർകൾ രചിച്ച ളിയാ ഉൽ ഖമർ ഫി തറാജിമി അഹ്ലി ബദർ എന്ന ഈ ഗ്രന്ഥം, ഇത് നാദാപുരം ജുമുഅത്ത് പള്ളിയിലെ സാഹിത്യ സമാജമായിരുന്ന മനാറുൽ ഹുദയാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ സാധാരണ ബദർ മൗലിദ് പാരായണം ചെയ്യുന്നവരാണ്. നല്ല നല്ല ഉദ്ദേശങ്ങൾക്ക് വേണ്ടി നമ്മുടെ വീടുകളിൽ ബദർ മൗലിദ് പാരായണം ചെയ്യുന്നത് പണ്ടേ നടപ്പുള്ള ഒരു നല്ല ഒരു വഴക്കമാണ്. ഗൾഫിലേക്ക് പോകുന്നവർ അവരുടെ ഗൾഫ് യാത്രയിലും ഗൾഫ് ജീവിതത്തിലും ബർക്കത്തുണ്ടാവാൻ വേണ്ടിയും യാത്രയിൽ സുരക്ഷിതത്വം ഉണ്ടാവാൻ വേണ്ടിയും ബദർ മൗലിദ് പാരായണം ചെയ്യാറുണ്ട്. പണ്ഡിതന്മാരെയും മുത്തഅല്ലിമുകളെയും മറ്റുമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വീട്ടിൽ അങ്ങനെ ഒരു നല്ല സദസ്സുണ്ടാക്കി ബദർ മൗലിദ് പാരായണം ചെയ്യും. അതുപോലെ പല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും ഗൃഹപ്രവേശനത്തോടനുബന്ധിച്ച് ബദർ മൗലിദ് പാരായണം ചെയ്യും. ഇതൊക്കെയും നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ വലിയ വലിയ മഹാന്മാരായ സലഫു സാലിഹീങ്ങളായ സൂഫി വര്യന്മാരായ വലിയ ഉലമാക്കളായ നമ്മുടെ മുൻഗാമികൾ അവരുടെ ജീവിതത്തിലൂടെ നാം അറിഞ്ഞ സംഗതികളും നമ്മളിപ്പോൾ ആ വഴക്കം തെറ്റാതെ നടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്നവരാണ്. ബദർ മൗലിദ് നമ്മളൊക്കെ പാരായണം ചെയ്യാറുണ്ട്. അതിൽ ബദരീങ്ങളുടെ മനാഖിബുകൾ ധാരാളമുണ്ട്. ബദരീങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല സംഭവങ്ങളുമുണ്ട്. അതേപോലെ തന്നെ മുഴുവൻ ബദരീങ്ങളുടെയും പേരും അതിൽ പരാമർശിക്കുന്നുണ്ട്. 363 പേരുകൾ അസ്ഹാബുൽ ബദരീങ്ങളുടേത് നമുക്കതിൽ കാണാൻ കഴിയും. ഒരേ പേരിൽ തന്നെ ധാരാളം സഹാബികളെ നമുക്ക് പരിചയപ്പെടാൻ കഴിയും. ഉദാഹരണത്തിന് അബ്ദുല്ലാഹി അബ്ദുല്ലാഹി എന്നിങ്ങനെ ധാരാളം പ്രാവശ്യം ആവർത്തിച്ച് വരുന്നുണ്ടല്ലോ ആ പേര്. അതുപോലെ സഹിലും സയ്യിദും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്വഹാബ കിറാമുകൾ ഒരേ പേരിൽ. എന്നാൽ ആരാണ് ഈ സഹാബികളൊക്കെ? അവരുടെ ഡീറ്റെയിലായി അവരുടെ ചരിത്രം നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. നമുക്ക് ഖുലഫാഉർ റാഷിദുകളായ 4 സ്വഹാബി വര്യന്മാരുടെ ചരിത്രം നമുക്ക് പലർക്കും അറിയാം. അതേപോലെ തന്നെ മറ്റ് ഒറ്റപ്പെട്ട ചില സഹാബികളുടെ ചരിത്രങ്ങൾ മാത്രമാണ് പലർക്കും അറിയാവുന്നത്. പക്ഷേ അസ്ഹാബുൽ ബദരീങ്ങളിൽപ്പെട്ട മുഴുവൻ ആളുകളുടെയും ചരിത്രം, അവരുടെ പിതാക്കന്മാരാര്, അവരെപ്പോൾ ഇസ്ലാമിലേക്ക് വന്നു, അവർ ഇസ്ലാം ദീനിന് വേണ്ടി എന്തൊക്കെ ചെയ്തു, അവർ ബദറല്ലാത്ത മറ്റേതെങ്കിലും യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ പിന്നീട്, അതേപോലെ തന്നെ അവർ പിന്നീട് ദീനുൽ ഇസ്ലാമിന് വേണ്ടി ചെയ്ത മറ്റ് സേവനങ്ങൾ എന്തൊക്കെ, ഇതൊന്നും യഥാർത്ഥത്തിൽ പലർക്കും അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെയുള്ള ആ അസ്ഹാബുൽ ബദരീങ്ങളെ വളരെ നന്നായി നമുക്ക് വിശദമായി പരിചയപ്പെടുത്തി തരുന്ന ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം. ഇത് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിൻ്റെ, അതുപോലെ തന്നെ ഹാഫിൽ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു തുടങ്ങിയ വലിയ വലിയ മഹാരഥന്മാരുടെ ഗ്രന്ഥങ്ങൾ അവലംബിച്ചുകൊണ്ടാണ് ബദരീങ്ങളുടെ ചരിത്രം ബഹുമാന്യരായ കുഞ്ഞാലി ഉസ്താദ് അവറുകൾ ഈ ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നത്. ഏതൊരാളും
ഇത് വായിക്കേണ്ടതാണ്, ഇത് പഠിച്ചു വെക്കേണ്ടതാണ്. സ്വാഭാവികമായും അറബിയിലുള്ള ഒരു ഗ്രന്ഥം എന്ന നിലക്ക് സാർവത്രികമായി പാരായണം ചെയ്യപ്പെടുന്ന ഒരു സ്വഭാവം ഉണ്ടാവില്ല. കാരണം അറബി ആയതുകൊണ്ട് അറബി ഭാഷയുമായി വലിയ ബന്ധമില്ലാത്ത ആളുകൾ ഇത്തരം ഗ്രന്ഥങ്ങൾ കണ്ടാൽ അതുമായി അത്രമാത്രം ഇടപഴകാൻ തയ്യാറാവില്ല. എന്നാൽ ഇതെങ്ങനെ നമുക്ക് പഠിക്കാൻ സാധിക്കും? ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ അറബി അറിയാവുന്ന ആളെക്കൊണ്ട് ഇത് ശരിക്ക് ഒരു ദർസ് കിതാബുകൾ പഠിക്കുന്നത് പോലെ പഠിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇസ്ലാമിൻ്റെ ഒരു ചരിത്രം, ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ നമുക്ക് നല്ല ഒരു അവഗാഹമുണ്ടാകും. കാരണം ഇതിലാദ്യമായിട്ട് തന്നെ പറയുന്നത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനവും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാക്കന്മാർ, അതുപോലെ ഉമ്മ വഴിക്കുള്ള പിതാക്കന്മാർ, ഉപ്പ വഴിക്കുള്ള പിതാക്കന്മാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗോത്രം, അത് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ ചരിത്രങ്ങളും സംക്ഷിപ്തമായി ഇതിൽ വിവരിക്കുന്നുണ്ട് തുടക്കത്തിൽ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയെക്കുറിച്ചുണ്ട്, ഹജ്ജത്തുൽ വദാഇനെക്കുറിച്ചുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ ബഹുമാനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് അനുധാവനം ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഫളായിലുകൾ, ഇതൊക്കെയും വിശദീകരിക്കുന്നുണ്ട് തുടക്കത്തിൽ. അതിനുശേഷമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിലേക്ക് വരുന്നു. പിന്നീട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം, പിന്നീട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ ചരിത്രം, പിന്നെ അലി റളിയല്ലാഹുവിൻ്റെ ചരിത്രം, പിന്നെ അങ്ങോട്ട് അലിഫ് എന്ന അറബി അക്ഷരമാലാക്രമത്തിൽ തുടങ്ങിയിട്ടാണ് ഇതിലെ ഓരോ സഹാബികളെയും പരിചയപ്പെടുത്തി തരുന്നത്. അലിഫ്, ബ, ത, സ, ജിം, ഇങ്ങനെ അതേ ക്രമത്തിൽ ആണ് പരിചയപ്പെടുത്തി തരുന്നത്. ആ കൂട്ടത്തിൽ അൻസാറുകളെ പ്രത്യേകം പരിചയപ്പെടുത്തുന്നുണ്ട്. ഓരോ സഹാബികളും ഇവരെ മുഹാജിറുകൾ ആരൊക്കെയാണ്, അൻസാറുകൾ ആരാണ്, പിന്നെ അവരുടെ ഗോത്രങ്ങൾ ഏതൊക്കെയാണ്, ഇങ്ങനെ വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ഈ ഒരു ഗ്രന്ഥം പോലെ മറ്റൊരു വിഷയകമായി ഒരു ഗ്രന്ഥം നമുക്ക് കാണാൻ കഴിയില്ല. കാരണം സഹാബീവര്യന്മാരുടെ ചരിത്രങ്ങളൊക്കെയും പല ഗ്രന്ഥങ്ങളിലുമായി ചിതറിക്കിടക്കുകയാണ്. എല്ലാവരുടെയും ചരിത്രം നാം പഠിക്കണമെങ്കിൽ ധാരാളം ഗ്രന്ഥങ്ങൾ തേടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് പഠിച്ചെടുക്കണം. എന്നാൽ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞതുപോലെ ഒരൊറ്റ ഗ്രന്ഥത്തിൽ എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് നമുക്ക് ലഭ്യമാവുന്ന ഒരു ചരിത്ര ശേഖരം ഇത് തന്നെയാണ്, ചരിത്ര രചന ഇത് തന്നെയാണ്, ഈ ഗ്രന്ഥം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇതുപോലെ ഒരു അറബി ഗ്രന്ഥം അസ്ഹാബുൽ ബദരീങ്ങളുടെ ചരിത്രം പറയുന്നത് മറ്റൊരു ഗ്രന്ഥം നമുക്ക് അറബിയിൽ ചിലപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. വളരെ ആധികാരികമായ ഗ്രന്ഥമാണിത്, പണ്ഡിതോചിതമായ രചനയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയും ഈ ഗ്രന്ഥം നമുക്ക് അറബി അറിയില്ലെങ്കിൽ അറിയാവുന്ന ആളുടെ അടുത്ത് ചെന്നുകൊണ്ട് ഇത് ഓതിപ്പടിച്ചൊരു പാഠ്യവിഷയമാക്കി ഇതിനെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാണ്. കാരണം ബദർ യുദ്ധം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ സായുധ പോരാട്ടമാണ്. മക്കയിൽ നിന്നും മദീനയിലേക്ക് എല്ലാം ഇട്ടേച്ചു കൊണ്ടുവന്ന നബിയും സഹാബാ കിറാമുകളും മദീനയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഒരു നല്ലൊരു വ്യവസ്ഥാപിതമായ ഒരു നിയമസംഹിതയിലൂടെ സമൂഹത്തെ സജ്ജീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിനെതിരെ മക്കയിലുള്ള മുശ്രിക്കുകൾ ഭീഷണിയുമായി വന്നപ്പോഴാണ് യുദ്ധത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കാലെടുത്ത് വെക്കേണ്ടി വന്നത്. അങ്ങനെ ആദ്യമായി നടന്ന യുദ്ധമാണ് ബദർ യുദ്ധം. ഏതൊരു സത്യവിശ്വാസിയുടെയും ഹൃദയാന്തരാളങ്ങളിൽ എപ്പോഴും ഉൾപ്പുളകമണിയിക്കുന്ന രോമാഞ്ചം കൊള്ളിക്കുന്ന ചരിത്രമാണല്ലോ ബദരീങ്ങളുടെ ചരിത്രം. അതുകൊണ്ട് തന്നെ ബദർ മൗലിദ് പാരായണം ചെയ്യുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ അസ്ഹാബുൽ ബദരീങ്ങളുടെ ഓരോ സഹാബിയെയും അടുത്തറിയാൻ നമ്മെ സഹായിക്കുന്ന ഈ ഗ്രന്ഥം നാം കൈവശപ്പെടുത്തണം, ഇതൊന്ന് പഠിക്കണം. അങ്ങനെ നമ്മുടെ ചരിത്ര പഠനത്തിൽ ഒരു പുതിയ മേഖല നമ്മൾ കെട്ടിപ്പടുക്കണം. നമ്മുടെ വൈജ്ഞാനിക ശേഖരത്തിൽ കൂടുതൽ വിഭവങ്ങൾ നാം ശേഖരിച്ചു വെക്കണം. അങ്ങനെ നമുക്ക് ബദരീങ്ങൾ ഒരു വലിയ നമ്മുടെ വൈജ്ഞാനിക വീതിയിൽ വലിയൊരു പ്രചോദനമാവും. അതുപോലെ നമ്മുടെ ആത്മീയമായ ഔന്നിത്യത്തിന് വലിയൊരു
സംഭാവനയുമാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ബദരീങ്ങളെപ്പോഴും ഓർമ്മിക്കുകയും അവരുടെ മനാക്കിബുകൾ പറയുകയും ബദർ മൗലിദ് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ആത്മീയമായി ഉയരാൻ കഴിയും, വളരാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഗ്രന്ഥം രചിച്ച ബഹുവന്യരായ ഉസ്താദ് അവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ഇനിയും ഇതുപോലുള്ള വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ വൈജ്ഞാനിക ലോകത്തിന് സംഭാവന ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. ഇത് പഠിക്കാനും ഇതിലുള്ള ചരിത്രങ്ങൾ ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.